ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എൻ്റെ ദേഹത്ത് കാലിൻ്റെ അവിടെ കയ്യിൽ ഇവിടെയൊക്കെ ഇങ്ങനെ ചെറുതായി ചൊറിഞ്ഞ് വന്ന് തടിച്ച് നീര് വന്ന് നല്ല തടിച്ച് നീര് വന്ന് ചുമന്ന കളറായി കാലിൻ്റെ ഇവിടെയൊക്കെ. അപ്പോൾ ഇത് എങ്ങനെ വന്ന് എനിക്കല്ലേ, ഇറച്ചി കഴിച്ചിട്ടാണോ? 2-3 ദിവസമൊക്കെ അടുപ്പിച്ച് ഇറച്ചി കഴിച്ചായിരുന്നു, ബീഫൊക്കെ കഴിച്ചായിരുന്നു. അപ്പോൾ ഇത് സംഭവിച്ചത് ഇങ്ങനെ തടിച്ച് പിന്നെ ഭയങ്കര ഒരു ഇറിറ്റേഷനായി, കാലിലൊക്കെ തടിച്ച് നീര് വന്ന് മെല്ലെ ഇങ്ങനെ ചൊറിഞ്ഞു വന്നു. അപ്പോൾ ആദ്യത്തെ 2 ദിവസം പിന്നെ അതിൻ്റെ മുമ്പ് 2 ദിവസം ഞാൻ ഇറച്ചി കഴിച്ചായിരുന്നു, ചെറുതായി ചൊറിച്ചിലൊക്കെ ഉണ്ട്. പക്ഷെ ഒരു ദിവസം ഒരു ഫംഗ്ഷന് പോയിട്ട് അന്ന് ഈ ബിരിയാണി കഴിച്ചു. ബിരിയാണിയിലും ഈ അന്ന് ചിക്കൻ ഉണ്ടായിരുന്നു, ബീഫും ഉണ്ടായിരുന്നു. ഞാൻ സെലക്ട് ചെയ്തത് ബീഫാണ്. ഈ ബീഫ് കഴിച്ച് ഞാൻ അവിടുന്ന് ഫംഗ്ഷൻ കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് ഇറങ്ങി പോന്നപ്പോഴേക്കും പിന്നെ അങ്ങ് കൂടി, അങ്ങനെ ചെറുതായി ചൊറിഞ്ഞു. പിന്നെ ഒരു ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ചൊറിഞ്ഞ് തടിച്ച് നീരൊക്കെ വന്ന് ചുമന്ന് കളറായി. ഇത് ബീഫ് കഴിച്ചോണ്ടാണോ അതോ വേറെ എന്തെങ്കിലും കഴിച്ചോണ്ടാണോ? അന്ന് ട്രീറ്റ്മെന്റ് എടുത്തല്ലോ അല്ലേ? ട്രീറ്റ്മെന്റ് എടുത്ത ആ സമയത്ത് പറഞ്ഞത് പിന്നെ ബീഫ് കഴിച്ചിട്ട് അങ്ങനെ വന്നു എന്നുള്ളതായിരുന്നു നമുക്ക് തോന്നിയത് അല്ലേ? അതെ. ശരിക്ക് ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള എലിമിനേഷൻ പ്രോസസ്സ്, വേസ്റ്റ് പുറത്തു പോകുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സുഖപ്പെടുത്തലുകൾ നടക്കുന്നുണ്ടാവും. ഈ സമയത്ത് ഭക്ഷണം വേണ്ടാത്ത അവസ്ഥയായിരിക്കും. ദഹനപ്രക്രിയ അത്രയും കുറഞ്ഞ അവസ്ഥയിൽ നടക്കണമെന്ന് ശരീരം ആഗ്രഹിക്കുന്ന സമയമാണ്. അപ്പോൾ ലേറ്റായിട്ടുള്ള എന്തെങ്കിലും ഭക്ഷണമായിരിക്കും വേണ്ടി വരിക. ചിലപ്പോൾ ഭക്ഷണം പോലും വേണ്ടാത്ത അവസ്ഥ, വിശപ്പില്ലാത്ത അവസ്ഥകളൊക്കെ ഉണ്ടാവും. എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ശരീരത്തെ നോക്കാതെ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് പലപ്പോഴും ഭക്ഷണം കഴിക്കുന്ന ശീലമാണല്ലോ ഉള്ളത്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഫംഗ്ഷനുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒഴിവാക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അപ്പോൾ വിശപ്പൊന്നും നോക്കൂല, ശരിയാണ്. അപ്പോൾ ഈ സമയത്ത് കട്ടിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ശരീരം ആ ഒരു പ്രയാസം എടുത്ത് കാണിക്കും. അപ്പോൾ ആ എലിമിനേഷൻ പ്രോസസ്സ് വേറൊരു രൂപത്തിലാണ് നടക്കുക. ചിലപ്പോൾ ചൊറിയായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ തടിച്ച് വന്നിട്ട് ഈ രൂപത്തിലൊക്കെ വേസ്റ്റ് പല രൂപത്തിലും വേർപ്പ് ഗ്രന്ഥികളിലൂടെയൊക്കെ പുറത്തു പോകുന്ന രീതിയിലായിരിക്കും ഉണ്ടാവും. അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് പോയിട്ട് യൂറിനിലൂടെ പോയിട്ടൊക്കെ ആയിരിക്കും വേസ്റ്റ് റിമൂവ് ആവും. പക്ഷെ ഈ സമയത്ത് ചെറിയൊരു പ്രയാസം ഉണ്ടാകും, ചൊറിച്ചിൽ പോലെ, തടിച്ചിൽ, ചുവന്ന രൂപത്തിലൊക്കെ വരും. അപ്പോൾ യഥാർത്ഥത്തിൽ സത്യാവസ്ഥ ഇതാണ്, ആ ബീഫ് കഴിച്ചത് കൊണ്ട് വന്നതല്ല, ആ ശരീരത്തിന് ആ സമയത്തുള്ള അവസ്ഥ അതായിരുന്നു. ആ സമയത്ത് കഴിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ വിശപ്പ് നോക്കി കഴിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ പ്രയാസം ഉണ്ടാവില്ലായിരുന്നു. ഇതുപോലെ പല ഭക്ഷണങ്ങളും മുമ്പ് കഴിച്ചപ്പോൾ ഒന്നും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവില്ല. എന്നാൽ ഈ ചെമ്മീൻ, പിന്നെ ഇതുപോലുള്ള മാംസങ്ങൾ, ചിക്കൻ, ബീഫ്, അല്ലെങ്കിൽ ഫ്രൂട്ട്സുകൾ, മൈദ, പിന്നെ പൊറോട്ട പോലുള്ള സംഗതികളൊക്കെ ആളുകൾ മുമ്പ് കഴിച്ചിരുന്നപ്പോൾ പ്രയാസം ഉണ്ടായിട്ടുണ്ടാവില്ല. ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും വന്നിട്ടുണ്ടാവും. ആ സമയത്ത് കഴിച്ചപ്പോഴായിരിക്കും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടാവുക. പക്ഷെ ആളുകൾ എന്തിനെ കുറ്റപ്പെടുത്തുക? ചെമ്മീൻ കഴിച്ചുകൊണ്ടാണ്, പിന്നെ ചെമ്മീൻ തൊടൂല, പിന്നെ ഫ്രൂട്ട്സ് കഴിച്ചുകൊണ്ട്, ഓറഞ്ച് കഴിച്ചുകൊണ്ട്, തണ്ണിമത്തം കഴിച്ചുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്ന് ധരിച്ചിട്ട് പിന്നെ അത് കഴിക്കൂല. ശരിക്കും എന്ത് ഭക്ഷണവും മനുഷ്യന് കഴിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് അവൻ്റെ ശരീരം, അതിൻ്റെ സൃഷ്ടിപ്പ് അങ്ങനെയാണ്. ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം. പക്ഷെ ആ വിശപ്പ് നോക്കി, ശരീരത്തിൻ്റെ അവസ്ഥ നോക്കി, ടേസ്റ്റ് ഉണ്ടോ, സ്മെല്ലുണ്ടോ, വിശപ്പുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ശരീരത്തിന് ആവശ്യമാണ് എന്നുള്ള ഒരു ഫീലിങ്സ് ഉണ്ടാവും. തീർച്ചയായും. അങ്ങനെ വരുമ്പോഴാണ് ഒരു ബുദ്ധിമുട്ടില്ലാത്ത അവസ്ഥയിൽ ഏത് ഭക്ഷണവും കഴിക്കാൻ പറ്റുക. ഇപ്പോൾ നമ്മളുടെ ട്രീറ്റ്മെൻറ്റ് അനുഭവത്തിൽ തന്നെ ഒരുപാട് കേസുകളുണ്ട്. 10 വർഷത്തോളമായിട്ട് മാംസങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഏതൊരവസ്ഥയിൽ ഇതുപോലെ സംഭവിച്ചു. മേത്താകെ തടിപ്പ് വന്നു, ചൊറി വന്നു, ബുദ്ധിമുട്ടായി. അങ്ങനെ അത് മുതലേ മാംസങ്ങളൊക്കെ ഒഴിവാക്കി. ഇത് ഞാൻ അന്ന് വന്നതിന് ശേഷം ഞാൻ പിന്നെ വീണ്ടും കഴിച്ചു. കുറച്ച് ഒച്ചത്ത് ഇത് കൊടുത്ത് ഗ്യാപ്പ് കൊടുത്ത് വളരെ നിസ്സാര ദിവസത്തെ ഒരു 10-15 ദിവസം ഗ്യാപ്പ് കൊടുത്ത് വീണ്ടും കഴിച്ച്. അപ്പൊ വീണ്ടും ഇഷ്ടം പോലെ കഴിച്ച്. അപ്പൊ നമുക്ക് അതാണെന്ന് ഇല്ല, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതെ, അത് കഴിച്ചുകൊണ്ടാണെന്നുള്ള തെറ്റിദ്ധാരണ മാറി. അതെ, ഇത് സത്യാവസ്ഥ ഇതാണെന്ന് ഇപ്പൊ മനസ്സിലായി. ഓക്കെ. ഇതുപോലെ വർഷങ്ങളായിട്ട് മാംസങ്ങൾ ഒഴിവാക്കി, ഫ്രൂട്ട്സുകൾ പലതും കഴിക്കാതെ, ചെമ്മീൻ, മൈദ, പിന്നെ എണ്ണക്കടികളൊക്കെ ഒഴിവാക്കി
ഇടങ്ങേറായി ജീവിക്കുന്ന ആളുകളുണ്ട്. അത്ര ഇഷ്ടമുള്ള ഭക്ഷണമാണ്. ചിലപ്പോൾ ചില മധുരങ്ങളായിരിക്കും, മധുര പലഹാരങ്ങളായിരിക്കും, അപ്പൊ തേനായിരിക്കും. ഇങ്ങനെ ഇഷ്ടമുള്ളതൊക്കെ എന്ത് ചെയ്യാ ഒഴിവാക്കിയിട്ടാണ് അതെന്തോ പ്രശ്നമാണ് എന്നുള്ള, കഴിച്ചാൽ എന്തോ ബുദ്ധിമുട്ട് വരും എന്നുള്ള ധാരണയിൽ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. യഥാർത്ഥത്തിൽ സത്യാവസ്ഥ ഇതാണ്. ഈ പ്രയാസങ്ങൾ അക്യുപഞ്ചർ ചികിത്സ ഉപയോഗപ്പെടുത്തിയാൽ മതി. ഇനി ഏത് രോഗം ആയിക്കോട്ടെ, ഈ ചികിത്സ ഉപയോഗപ്പെടുത്തിയാൽ മറ്റുള്ള ചികിത്സയിൽ നിന്നുള്ള വ്യത്യാസം, ഇപ്പൊ എന്തെങ്കിലും മെഡിസിനുകളോ ഒക്കെ കഴിക്കുകയാണെങ്കിൽ ചില നിബന്ധനകൾ ഉണ്ടാകും. പിന്നെ പാല് കുടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇന്ന ഭക്ഷണം ഒഴിവാക്കണം, മധുരം കഴിക്കാൻ പാടില്ല, അങ്ങനെയുള്ള കുറേ നിബന്ധനകൾ ഉണ്ടാവും, പഥ്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ആയുർവേദത്തിലായാലും മറ്റേത് ചികിത്സയിലായാലും. എന്നാൽ അക്യുപഞ്ചർ ചികിത്സയുടെ പ്രത്യേകത ഇഷ്ടമുള്ള ഭക്ഷണം എന്തും കഴിക്കണം എന്നാണ് പറയാ. ഭക്ഷണം കഴിച്ചുകൊണ്ട് ട്രീറ്റ്മെന്റ് എടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ വിശപ്പറിഞ്ഞ് കഴിച്ചു കഴിഞ്ഞാൽ യാതൊരു ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ ഈ അടുത്ത് ഗൾഫിൽ നിന്ന് ഒരു ലേഡി വന്നു. അവർ പറഞ്ഞത് ചിക്കൻ കഴിച്ചിട്ട് 10-15 വർഷമായി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ട്രീറ്റ്മെന്റ് എടുത്താൽ മാറുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മാറും, എളുപ്പം മാറും, ട്രീറ്റ്മെന്റ് എടുത്താൽ മാറും എന്ന് പറഞ്ഞ് 2 ആഴ്ച ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ട്. ഒരു പ്രയാസം മാറും. അവരെന്നിട്ട് പിന്നെ വരുന്നത് വളരെ സന്തോഷത്തോടു കൂടി. കാരണം നമുക്ക് ആഗ്രഹമുള്ള ഭക്ഷണത്തിന് നമ്മൾ ഒഴിവാക്കുമ്പോൾ നമുക്ക് അതിന്റെ ഒരു പ്രയാസം വേറെ ഉണ്ട്. വല്ലാത്തൊരു വീർപ്പുമുട്ടലാണ്, കണ്ടിട്ടും കഴിക്കാതെ നിൽക്കുന്ന ഒരവസ്ഥ. പിന്നെ ഇഷ്ടമില്ലായ്മ ഇഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇഷ്ടപ്പെടുകയാണ്. ഇപ്പൊ ചായയിലും മധുരട്ട് കുടിക്കുന്ന അവസ്ഥകളുണ്ടല്ലോ, ശരിക്കും അത് ഇഷ്ടമാണ്. പക്ഷെ ഇതിന് വേണ്ടിട്ട് പിന്നെ ശീലിച്ചിട്ട് പറയും ഇപ്പൊ മധുരമില്ലാത്തതാണ് എനിക്ക് ഇഷ്ടം. അപ്പൊ ഇഷ്ടമില്ലായ്മ ഇഷ്ടപ്പെട്ടു അവസ്ഥയിൽ ഇടങ്ങേറായി ജീവിക്കുന്ന ആളുകളാണ്. ഇതുപോലെ ഉണ്ടായിരുന്നത് മൈദ പലഹാരങ്ങൾ കഴിക്കാൻ പറ്റൂല, അപ്പങ്ങൾ കഴിക്കാൻ പറ്റൂല, പൊറോട്ട കഴിക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആള് ഉണ്ടായിരുന്നു. അദ്ദേഹം വന്നതുപോലെ ട്രീറ്റ്മെന്റ് എടുത്തതിന് ശേഷം കഴിക്കാൻ തുടങ്ങി. ചെമ്മീൻ, മീനുകളൊന്നും പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പൊ അവര് ട്രീറ്റ്മെന്റ് വർഷങ്ങളോളായിട്ട് ഇത് ഒഴിവാക്കിയതാണ്. അപ്പൊ നമ്മൾ ഈ ഒരു അറിവ് പറഞ്ഞു കൊടുത്തതിന് ശേഷം ട്രീറ്റ്മെന്റ് എടുക്കുകയും അങ്ങനെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ച് അങ്ങനെ സമാധാനമായിട്ട് ജീവിക്കുന്നത്. കാരണം ഭയങ്കര സന്തോഷമാണ് വർഷങ്ങളായിട്ട് ഒഴിവാക്കിയിട്ട്. തീർച്ചയായിട്ടും ഭക്ഷണമാണല്ലോ മനുഷ്യന്റെ ഒരു മുന്നോട്ടുള്ള ഗമനം. അത് ഇഷ്ടമുള്ളത് കുറച്ച് കഴിച്ചില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട്, പ്രയാസം തന്നെ, എന്തോ ഒരു രോഗം ഉണ്ട് എന്നുള്ളൊരു ചിന്തയിലാണ്. ആ ഒരു പ്രയാസം നമ്മളെ രോഗിയായി എന്നുള്ള ഒരു പ്രയാസം നമ്മളെ അങ്ങനെ അലറ്റി. അപ്പൊ മുഴുവൻ നമ്മളെ അതിലങ്ങ് ജീവിക്കുകയാണ്, ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ജീവിക്കാതെ. അപ്പൊ എന്ത് ചെയ്യുമ്പോഴും ഒരു രോഗിയാണ് ചിന്തയാണ്. ചില ഫംഗ്ഷനിലൊക്കെ ഒരു കുടുംബത്തിലൊക്കെ ചെന്നിട്ട് ചിലത് നമുക്ക് പറയാൻ പറ്റില്ല, കഴിക്കുന്ന നിർബന്ധിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള അവിടെയൊക്കെ പറയാൻ, നമ്മുടെ പ്രശ്നങ്ങൾ പറയാൻ അതൊരു വിഷമമാണ്. നമ്മൾ മാത്രം ഇങ്ങനെ ഒഴിഞ്ഞിരിക്കുന്ന അവസ്ഥ അതൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഈ ചികിത്സയെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക. ഇനി എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അക്യുപഞ്ചർ ചികിത്സയിൽ അതിനെ പറയുന്നത് ഒരു ഡിസോർഡറാണ്, എനർജി വേരിയേഷൻ. ഒരു അസുഖമായിട്ടല്ല പറയുന്നത്, എനർജി ഡിസോർഡറാണ്. പറഞ്ഞതനുസരിച്ച് അത് നമ്മുടെ പ്രയാസങ്ങളൊക്കെ പുറന്തള്ളുന്ന ഒരു ഇതായിട്ട് നമുക്കിങ്ങനെ പുറത്തു പോകുന്നതായിട്ട്, ചൊറിച്ചിലൂടെ പുറത്തു പോകുന്നതായിട്ടുള്ള അനുഭവമാണ് അല്ലേ? തീർച്ചയായും. അപ്പൊ അതിന് അക്യുപഞ്ചർ ചികിത്സ ഉപയോഗപ്പെടുത്തുക, നല്ലൊരു ചികിത്സനെ കൊണ്ട് തന്നെ നാഡി പരിശോധിപ്പിക്കുക, എന്നിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുക. നിങ്ങളായിട്ട് സംസാരിച്ചപ്പോ എനിക്ക് ആ ഒരു ഇത് വിശ്വാസം കിട്ടിയല്ലോ, ഇത് മാറുന്നു. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, നേരെ സ്കിൻ ഡോക്ടറെ അടുത്ത് പോകും. അവര് ഇതിനു മുമ്പ് എനിക്ക് കഴിഞ്ഞ കൊല്ലങ്ങളിലൊക്കെ അതിന് മുമ്പ് 2 വർഷം പോകാറുണ്ടായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നേരെ സ്കിൻ ഡോക്ടറെ അടുത്ത് പോകും. അവര് ഓയിൻമെന്റ്, ഇതിനുള്ള ഗുളിക ഇതൊക്കെ കഴിച്ചിട്ട് ഞാനങ്ങനെ എൻ്റെ പറമ്പിലിറങ്ങി പഴുത്തപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ആകെ ചൊറിച്ചതായി. എന്നിട്ട് ഞാൻ ആ ഇംഗ്ലീഷ് ഗുളിക കഴിച്ചിട്ട് അതിനെ പുറമെ മാറ്റിയെടുത്തു. ഇത് ഞാനൊന്നും ചെയ്തില്ല, നിങ്ങളെന്നെ ഉപദേശിച്ചതനുസരിച്ച് ഞാൻ അത് മാറും എന്നുള്ളൊരു വിശ്വാസം എൻ്റെ മനസ്സിലേക്ക് കൊടുത്ത് അങ്ങനെ ആ തരിപ്പ്, ആ നീര്, അതൊക്കെ പിന്നെ തന്നെ അങ്ങ് ഇല്ലാതായി. പൊതുവെ ഇപ്പൊ നിലവിലുള്ള ചികിത്സകൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതുപോലെ ശരീരം പുറമേക്ക് കാണിക്കുന്നതിന് ചികിത്സിക്കും. ശരിക്കും കാരണം അതല്ല, അസുഖ കാരണം വേറെ പലതുമാണ്. പക്ഷെ ഈ പുറമേക്ക് കാണുന്നതിന് ചികിത്സിക്കും, കാരണത്തെ കണ്ടെത്തൂല. ഈ ചികിത്സയിൽ കൃത്യമായിട്ട് കാരണം കണ്ടെത്തി അതിനെ സുഖപ്പെടുത്തുമ്പോൾ ഇത് മാറും. ഇതുപോലെയാണ് എല്ലാ വേദനകളായാലും, മുട്ടുവേദന ആയാലും
പലപ്പോഴും ആളുകൾ എന്ത് ചെയ്യും, ആ വേദനക്കുള്ള മരുന്ന് മേടിച്ചു കഴിയും. അല്ല, അത് വരാൻ വേറെ പല കാരണങ്ങളുണ്ട്. വേദനക്കുള്ള മരുന്ന് സത്യത്തിൽ അതിനുള്ളതല്ല, അത് നമ്മളെ തൽക്കാലം ഇങ്ങനെ മരവിപ്പിച്ചില്ലാതാക്കുന്നതാണ്. അതെ അതെ. ഓക്കെ, അങ്ങനെ ഒരുപാട് അറിവുകൾ ഇപ്പോൾ ഈ ചികിത്സ കൊണ്ട് ഇഷ്ടംപോലെ അറിവാണ് നമ്മളെ ഒരു മനുഷ്യനെ അറിയാൻ ശ്രമിക്കുക. ഏതായാലും എല്ലാവർക്കും ഈ ചികിത്സ മനസ്സമാധാനത്തോടു കൂടി ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വളരെ സന്തോഷത്തോടു കൂടി ഒരു രോഗവും ഇല്ലാതെ ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.